ഇന്നത്തെ ബേസിക് ലെവലിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ച് പ്രൊനൗൺസിയേഷൻ ടിപ്സാണ്. അത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ദീസ് 5 ലെറ്റേഴ്സ് എ, എച്ച്, ജെ, കെ, സെഡ്. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നത് പൊതുവേ ഈ ഫസ്റ്റ് ലെറ്റർ ഇത് എ എന്ന് പറഞ്ഞാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. നമ്മൾ എ എന്ന് സ്വരം വരുന്നത് ഒരു വവൽ സൗണ്ടും അത് കഴിഞ്ഞൊരു കോൺസണൻ്റ് സൗണ്ടും പിന്നീട് ഒരു കോൺസണൻ്റ് സൗണ്ടും കൂടി വരുമ്പോഴാണ് എ എന്നുള്ള സ്വരം വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുക, ഗേൾ IRL, ടേൺ URN, ഇവിടെ ബി ആണെങ്കിൽ ബേൺ, ലേൺ ERN. അങ്ങനെ വന്നാൽ മാത്രമാണ് അതിനൊരു എ എന്നുള്ള സൗണ്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആൽഫബറ്റ് പഠിക്കുമ്പോൾ ഇത് ഒന്നുകിൽ നമ്മൾ എയ് എന്ന് പറഞ്ഞ് പഠിക്കണം, എയ്, അല്ലെങ്കിൽ നമ്മൾ അ എന്ന് പറഞ്ഞ് പഠിക്കണം, അ. അതിൻ്റെ ഡിക്ഷണറിയിലെ സിമ്പിൾ ഇതാണ്. ഇങ്ങനെ ഇട്ടാൽ അ, ഇങ്ങനെ ഇട്ടാൽ എയ്. എക്സാമ്പിൾ, ഇറ്റ്സ് എയ് കാറ്റ് എന്ന് പറയാം, ഇറ്റ്സ് ആ കാറ്റ് എന്ന് പറയാം. നമുക്ക് കേൾക്കും ഇറ്റ്സ് എ കാറ്റ്, ഇറ്റ്സ് എ കാറ്റ്. പ്രൊനൗൺസിയേഷൻ എപ്പോഴും കറക്റ്റായിരിക്കേണ്ട ഒരു ആവശ്യം, നമ്മൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ ഒരുവിധം ലാംഗ്വേജൊക്കെ അറിയാവുന്നവർ കാണുമ്പോൾ അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന വേർഡ്സ് തന്നെയായിരിക്കും അവർ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല, അതാണ്. അപ്പോൾ എയ് ഓർ അ. നെക്സ്റ്റ് ദിസ് വൺ. കേബിൾ TV ഉള്ളവർക്ക് അല്ല ചാനലുണ്ട്, ഒരു ചാനൽ, ഇംഗ്ലീഷ് മൂവി ചാനൽ. ആ ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ദിസ് ഈസ് HBO. ഒരിക്കലും HBO എന്ന് പറയുന്നില്ല, ദിസ് ഈസ് HBO. അപ്പോൾ എയ്, എയ്ച്ച്, ജയും അങ്ങനെ തന്നെയാണ്. ഇതാണ് ജ എന്നുള്ള ആ വേർഡിനെ സൂചിപ്പിക്കുന്ന സ്വരം, ജ. ഇത് എയ്, ഇവിടെ എയ്ച്ചിൽ എയ് വന്ന പോലെ. ഇത് ജയ് എന്ന് പറയുന്നത്, ജയ്, ജയ അല്ല, ജയ്, ജയ്. എയ് ഓർ അ, എയ്ച്ച്, ജയ്. ഇതും അതുപോലെ തന്നെ എന്താണ്, കെയ്, കെയ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഓക്കെ എന്നല്ല, ഓക്കേ. ഇത് ഷോർട്ടായിട്ട് എഴുതുന്നത് ഇങ്ങനെയാണല്ലോ, ഓക്കെ, ഓക്കേ. ലാസ്റ്റ് ലെറ്റർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇത് സെഡ് എന്ന് വായിക്കും. സ എന്നുള്ള സ്വരം മലയാളത്തിലില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതേ ലെറ്റർ തന്നെ ആ സ്വരത്തിന് പകരം ഇടുന്നു, സെഡ്. അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ അത് സി എന്ന് വായിക്കും, സി. സോ ദ ലാസ്റ്റ് വൺ ഈസ് സെഡ് ഓർ സി. നെക്സ്റ്റ്, ആ എന്നുള്ള സ്വരം എയ് എന്നുള്ള സ്വരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. അറ്റ്, ഇതൊരു വവലാണ്, ഇതൊരു കോൺസണൻ്റാണ്. അപ്പോൾ ഒരു വവലും കോൺസണൻ്റ് മുമ്പിലും അത് കഴിഞ്ഞ് വീണ്ടും ഒരു വവൽ വന്നു കഴിയുമ്പോൾ അത് അ അല്ലെങ്കിൽ ആ എന്ന് പറഞ്ഞത് എയ് ആയി മാറും. അറ്റ്, എയ് ടി, അറ്റ്, എയ് ടി ഇ, എയ്റ്റ്, എയ്റ്റ്. ടാപ്പ്, ടി എയ് പി, ടാപ്പ്, ടി എയ് പി ഇ, ടേപ്പ്. ആർ എയ് ടി, റാറ്റ്, ആർ എയ് ടി ഇ, റേറ്റ്. ഇവിടെ നമ്മൾ ഇ എന്ന് പറയുന്ന സ്വരം ഐ എന്ന സ്വരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഫിൽ, ഐ എന്നുള്ള വവല് പിന്നെ കോൺസണൻ്റ് ഡബിളിൽ എല്ലാം അടുപ്പിച്ച് വന്നിരിക്കുന്നു.
ഫിൽ, ഈ വന്നു കഴിയുമ്പോൾ ഫൈൽ, ഫിൽ ഫൈൽ. ഫൈൽ. ബിറ്റ്, ബൈറ്റ്. മിൽ, മൈൽ. അടുത്തതായി CES, SH, CH, GH, K എന്നീ എന്നീ സൗണ്ടുകളിൽ ലെറ്റേഴ്സിൽ ഒരു പ്രസൻറ്റ് ടെൻസ് വെർബ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പാസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ DO, EDO കൂട്ടിച്ചേർക്കുകയാണുള്ള പതിവ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്വരം വരുന്നത്? ഡാൻസ്, ഡാൻസ് ചെയ്യുക. ഇനി ഡാൻസ് ചെയ്തു എന്നാക്കാൻ നമ്മൾ ഡി ചേർക്കും. അപ്പോൾ നമ്മൾ ഡാൻസ്ഡ് എന്നല്ല പറയേണ്ടത്, ഡാൻസ്ഡ്, ഡാൻസ്ഡ് എന്ന് പറയണം. അവിടെ ഇസ്റ്റ് സ്വരമാണ് അവിടെ വരേണ്ടത്, ഡാൻസ്ഡ്. ഇങ്ങനെ പ്രൊനൗൺസിയേഷൻ കാണുമ്പോൾ ചിലർക്ക് അത് വളരെ വിചിത്രമായി തോന്നാം. കാരണം നമ്മൾ പലരും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നോക്കാതെയാണ് വേർഡ്സ് പഠിക്കുന്നത്. ചിലർ ഉപയോഗിക്കുന്ന ഡിക്ഷണറി, ഒട്ടുമിക്കർ ഉപയോഗിക്കുന്ന ഡിക്ഷണറി മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിക്ഷണറി യൂസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും അവരുടെ ഫോണിൽ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്യുക. അത് പെയ്ഡ് വെർഷനാണ്. പക്ഷേ അത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫയൽസ് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പോൾ അതിൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഒരു വെർബ് വന്നാൽ അതിൻ്റെ ഒരു വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, എനിത്തിങ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കൊടുത്തിട്ടുണ്ടാവും. മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ തുടക്കത്തിലെ ഒന്നും മനസ്സിലായില്ല എങ്കിലും പലവട്ടം വായിക്കുമ്പോൾ എന്താണ്, ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര അറിയാത്തവർക്കും മനസ്സിലായി വരും. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഓക്സ്ഫോർഡ് അഡ്വാൻസ്ഡ് ലേണേഴ്സ് ഡിക്ഷണറി എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷനെ കുറിച്ച് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നേരെ ഗോ ടു യൂട്യൂബ്. അവിടെ ചെന്നിട്ട് എന്താണ്, ഫോർ എക്സാമ്പിൾ ഡാൻസ് ആണെങ്കിൽ ഹൗ ടു പ്രൊനൗൺസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് ഡാൻസ് ഓർ ഹൗ ടു പ്രൊനൗൺസ് ഡാൻസ്ഡ്, ഐ മീൻ ആഡിങ് ഡി, ഡാൻസ്ഡ്. അങ്ങനെ വീഡിയോസ് കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക. ആ വീഡിയോസ് നൽകിയിരിക്കുന്നത് ഒന്നുകിൽ ബ്രിട്ടീഷുകാരനോ അല്ലെങ്കിൽ അമേരിക്കാരനോ ആണെങ്കിൽ മാത്രമേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാവൂ. കാരണം അവർക്കാണ് അതിൻ്റെ കറക്റ്റ് ആക്സെൻറ്റും പ്രൊനൗൺസിയേഷനും കിട്ടുകയുള്ളൂ. നമ്മൾ ഇന്ത്യൻസ് അത് എത്ര പറഞ്ഞാലും എന്താണ്, അതിൻ്റെ ആക്സെൻറ്റ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഡാൻസ് എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റാക്കാൻ വേണ്ടി ഡാൻസ് ചെയ്തു എന്നൊക്കെ വേണ്ടി നമ്മൾ ഡി ചേർത്തു. അപ്പോൾ നമ്മൾ ഡാൻസ്ഡ് എന്നല്ല പറയേണ്ടത്, ഡാൻസ്ഡ്. ഇസ്റ്റ് സ്വരമാണ് അവിടെ വരേണ്ടത്, ഡാൻസ്ഡ്, ഇസ്റ്റ്. ഷീ ഡാൻസ്ഡ് വെൽ, അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്തു. മിസ്, അറിയാലോ, ഒരാളെ കാണാതിരിക്കുന്നതിൽ വിഷമം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മിസ് ചെയ്യുക. മിസ്റ്റ്, മിസ്, ഈട് ചേർത്ത് നമ്മൾ പാസ്റ്റാക്കി. അപ്പോൾ അവിടെ എസ് സ്വരമായതുകൊണ്ട് ഇസ്റ്റ് വന്നു. മിസ്റ്റ്, ഐ മിസ്റ്റ് യു, ഐ മിസ്റ്റ് യു, എനിക്ക് നിന്നെ കാണാത്തതിൽ വളരെ വിഷമം ഉണ്ടായി, അനുഭവപ്പെട്ടു. പുഷ്, തള്ളുക, ഇഷ്. പാസ്റ്റാക്കാൻ നമ്മൾ ഈട് ചേർത്തു. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇസ്റ്റ് ആയി, പുഷ്ട്. ഹി പുഷ്ട് ഹെർ, ഹി പുഷ്ട് ഹെർ, അവളെ പുഷ് ചെയ്തു ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്തു. വാച്ച്, നമ്മൾ പാസ്റ്റാക്കാൻ വേണ്ടി നമ്മൾ ഈട് ചേർത്തു, വാച്ച്ഡ്. അപ്പോൾ അവിടെ ഇസ്റ്റ് ആയി മാറി, ഐ വാച്ച്ഡ് ദ TV ഷോ. ലാഫ്, LAUGH, ഈ GH സ്വരത്തിനുള്ള ഈ ലെറ്റേഴ്സ് പറയുമ്പോൾ അതിൻ്റെ സ്വരം എഫ് എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ പാസ്റ്റാക്കാൻ ഈട് ചേർക്കുമ്പോൾ ലാഫ്റ്റ്. ലാഫ് അറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, കളിയാക്കുക എന്നാണല്ലോ. ലാഫ്റ്റ്, ഹി ലാഫ്റ്റ് അറ്റ് മീ, അവൻ എന്നെ നോക്കി, അവൻ എന്നെ പരിഹസിച്ചു. ആസ്ക്, ചോദിക്കുക, ആവശ്യപ്പെടുക, പിന്നെ ക്ഷണിക്കുക എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. ആസ്ക്, ഈട് ചേർത്തുമ്പോൾ അത് ആസ്ക്ഡ്. ഹി ആസ്ക്ഡ് മീ, ഹി ആസ്ക്ഡ്
ആസ്ക്ഡ് മീ ഫോർ ഹെൽപ്പ്. ഹെൽപ്പിന് എന്നോട് അവൻ സഹായം അഭ്യർത്ഥിച്ചു. ആസ്ക്ഡ്. അപ്പോൾ ബാർക്കാണെങ്കിൽ ബാർക്ക്ഡ്. ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി. ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി. അപ്പോൾ കെയിലോ അവസാനിച്ചാൽ ഇറ്റ്, ആസ്ക്ഡ്, ബാർക്ക്ഡ്, ലാഫ്റ്റ്, വാച്ച്ഡ്, പുഷ്ഡ്, മിസ്ഡ്, ഡാൻസ്ഡ്. ഈ ഭാഗം മനസ്സിലായല്ലോ. ഇനി വെർബുകൾ ഡി ഇ, ടി ഇ ആൻഡ് എസ് ഇ എന്നിവയിൽ എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്റ്റ് നമ്മൾ ഡിസൈഡ്, ഡി ഇയിലാണ് നമ്മൾ എൻഡ് ചെയ്തത്. ഒരു ഡി കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റായി. അപ്പോൾ നമ്മൾ വായിക്കേണ്ടത് ഡിസൈഡിഡ്, 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 അല്ലെങ്കിൽ ഡിസൈഡഡ് എന്ന് പറയാം. പക്ഷേ അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അല്ല. ഡിസൈഡിഡ് എന്ന് പറയാം. ഡിസൈഡിഡ്, ഡിസൈഡ് തീരുമാനിക്കുക, ഡിസൈഡിഡ് തീരുമാനിച്ചു. പാർട്ട്, അതിൻ്റെ പാസ്റ്റ് നമ്മൾ ഇവിടെ ഈ നിലവിലില്ലാത്തത് കൊണ്ട് നമ്മൾ ഇ ഡി ഇറക്കണം. ഇവിടെ ഈ ഉള്ളതുകൊണ്ട് ഡി മാത്രം മതിയായിരുന്നു. പാർട്ട്, പാർട്ടിഡ്, പാർട്ടിഡ്. ഇതിൻ്റെ പാസ്റ്റ് സൗണ്ട് ചെയ്യാൻ വേണ്ടി ഇതൊന്നും ചേർത്തുള്ളത് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ പാർട്ട്, പാർട്ടിഡ്, പാർട്ടിസിപ്പേറ്റ്, പാർട്ടിസിപ്പേറ്റഡ്, ഡെഡിക്കേറ്റ്, ഡെഡിക്കേറ്റഡ്, ഡിസൈഡ്, ഡിസൈഡിഡ്, ഡിറൈഡ്, ഡിറൈഡിഡ്. ഇനി കൺഫ്യൂസ് എന്നുള്ള വേർഡ് നോക്കുക. ഇത് എസ് ഇയിലാണ് അവസാനം. വെറും എസ് സൗണ്ട് അല്ല, എസ് ഇ. അപ്പോൾ അതിൻ്റെ സ്വരം എസ് എന്നല്ല, ഈസ് എന്നാണ്. ഈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റ് എന്നല്ല പറയേണ്ടത്, നേരെ മറിച്ച് ഈസ്ഡ് എന്ന് പറയണം. കൺഫ്യൂസ്, കൺഫ്യൂസ്ഡ്, കൺഫ്യൂസ്, കൺഫ്യൂസ്ഡ്. എന്നാൽ നമ്മൾ ഡാൻസ് ആണെങ്കിൽ അത് ഇസ് സ്വരത്തിലായതുകൊണ്ട് നമ്മൾ ഡാൻസ്ഡ് പറഞ്ഞു. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് കൺഫ്യൂസ് ends in this sound. So we have to pronounce ised for its past. Confuse, confused. അപ്പോൾ ഈ ലെസൺസും ഇതിനു മുമ്പുള്ള ലെസൺസും നിങ്ങൾ പലവട്ടം ആവർത്തിച്ച് മനസ്സിലാക്കുക. വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഒക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് ഫോർമുലാസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഈ ഫോർമുലാസ് വരുന്നത്. കാരണം ഇവിടെ എന്തും പെട്ടെന്ന് വിറ്റഴിയപ്പെടും. അതാണ്. ഇവിടെ ഒരുപാട് ബുക്സ് ഇറങ്ങിയല്ലോ, ഇംഗ്ലീഷ് പഠിക്കാനുള്ള ബുക്കുകൾ. അങ്ങനെയുള്ള ഒരു നോവലൊക്കെ ഇറങ്ങിയിരുന്നു തോന്നുന്നു, പെൻ ബുക്സിൻ്റെ. പക്ഷേ ആരും ഇംഗ്ലീഷ് പഠിച്ചില്ല. കാരണം എല്ലാവർക്കും വളരെ പെട്ടെന്ന് പഠിക്കണം, കഷ്ടപ്പെടാൻ തയ്യാറല്ല. പക്ഷേ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ശരിക്കും കഷ്ടപ്പെട്ടാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ പെട്ടെന്ന് പഠിക്കാൻ നോക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് നിരാശരായി മടങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കഴിഞ്ഞു പോയ ലെസൺസ് എല്ലാം ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതൽ എന്താണ്, പലവട്ടം കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. ആ ലെസൺസ് എല്ലാം കേട്ട് മനസ്സിലാക്കി പിന്നെ അത് ഉൾക്കൊള്ളൽ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. See you.